നമസ്തേ. ഇന്ന് നമുക്ക് പുതിയൊരു ശിഥിലീകരണ വ്യായാമം കൂടെ പരിചയപ്പെടാം. എന്നിട്ട് ആരംഭിക്കുകയാണ്. മുമ്പ് നമ്മൾ ഒരു ഡാൻസ് ടൈപ്പ് ഒരു ശിഥിലീകരണ വ്യായാമം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ള ഒരു സാധനമാണ് ഇന്ന് ശരീരത്തിന് ആകെ ഒരു ഇളക്കം കിട്ടുന്ന രീതിയിലുള്ളത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. ഇത് ശരീരം മുഴുവൻ ഒന്ന് ചൂടാകുന്നത് ചെയ്താൽ നമ്മുടെ ഏകദേശം എല്ലാ ഭാഗങ്ങൾക്കുള്ള ഒരു വ്യായാമമായി. ശിഥിലീകരണ വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുമ്പ് ഓരോ ഭാഗവും നമ്മുടെ സന്ധികളെല്ലാം ഓരോ സന്ധികളും ചലിപ്പിക്കുന്ന രീതിയിലുള്ള ശിഥിലീകരണ വ്യായാമം പറഞ്ഞിരുന്നു. അത് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ശരീരത്തെ തയ്യാറാക്കാൻ ഈ കാണിച്ച പോലുള്ള ശിഥിലീകരണ വ്യായാമം ചെയ്താൽ മതി. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു യോഗാസനം. പേര് അർദ്ധ മത്സ്യേന്ദ്രാസനം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അതിനുശേഷം സാധാരണ പോലെ തന്നെ പറഞ്ഞുകൊണ്ട് ചെയ്യും. അവസാനം ഞാൻ അതിൻ്റെ ഗുണങ്ങളും വിശദീകരിക്കുന്നതാണ്. അപ്പോൾ ചെയ്യുന്നത് ഒന്ന് കാണാം. ഇത്രയാണ് ചെയ്യേണ്ടത്. ചെയ്യുന്നത് 1 by 1 ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ചെയ്തത് ഇടതുവശത്തേക്കാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് വശത്തേക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത്. 2 വശത്തേക്ക് ചെയ്യണം എന്നത് ശ്രദ്ധിക്കണം. നിവർന്നിരിക്കുക, കാൽ ചേർത്ത് വെക്കുക. അതിനുശേഷം നേരത്തെ ഞാൻ ചെയ്തത് മറുവശത്താണ്. ഇവിടെ വലത് കാല് മടക്കി നമ്മുടെ പൃഷ്ഠഭാഗത്തിനോട് ചേർത്ത് വെക്കുന്നു. ഇടത് കാലും മടക്കി വലത് കാൽമുട്ടിന് ഇപ്പുറത്തേക്ക് വെക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വലത് കാലാണ് മടക്കിയത്. വലത് കൈ നമ്മൾ കൈ പിടിച്ച് ഇടത് കാലിൽ പിടിക്കുക. ഈ ഇടത് കൈ പുറകിലൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടുകയാണ് വേണ്ടത്. പക്ഷെ തുടക്കത്തിൽ അത് പറ്റില്ല. അതുകൊണ്ട് ശരീരത്തോട് ചേർത്ത് വെക്കുക. നടുവ് നൂർന്നിരിക്കണം. പരമാവധി പുറകിലേക്ക് ട്വിസ്റ്റ് ആവുക. ദൃഷ്ടി ഭ്രൂമധ്യത്തിൽ മുകളിലോട്ട് നോക്കുന്ന രീതിയിൽ നിവർന്നിരിക്കുക. സാധാരണ ശ്വാസോച്ഛ്വാസം. പരമാവധി സമയം നിന്നതിന് ശേഷം കൈകൾ നേരെ കൊണ്ടുവന്നു, കൈ വിടുവിച്ചു, ഇടതുകാലം നോർത്തു, വലതുകാലം നോർത്തു, സാധാരണ നിലയിലേക്ക് വരിക. ഇത് ഒരു 3-4 പ്രാവശ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു തവണ ഇടതുവശത്തേക്ക് ചെയ്താൽ അടുത്ത തവണ വലതുവശത്തേക്ക് ചെയ്യണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ യോഗാസനം അർദ്ധ മത്സ്യേന്ദ്രാസനം ചെയ്യുന്നുള്ള ഗുണങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദോഷങ്ങളെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ നട്ടെല്ലിന് ഓപ്പറേഷനൊക്കെ നടത്തിയ ആൾക്കാർക്കൊന്നും ഇത് ചെയ്യാൻ സാധിക്കില്ല.
അപ്പോൾ നമ്മുടെ നട്ടെല്ലിൻ്റെ കശേരുക്കൾക്ക് നല്ല വലിവ് ലഭിക്കും. വിവിധ ദിശകളിലേക്കുള്ള അതിൻ്റെ ചലനം കൃത്യമാകും. ശ്വാസോച്ഛ്വാസം ശക്തിപ്പെടും. അതുപോലെ ഹൃദയ ആരോഗ്യം വർദ്ധിക്കാൻ ഏറ്റവും നല്ല ഒരു യോഗാസനമാണ് അർദ്ധ മത്സ്യേന്ദ്രാസനം. അതുപോലെ നമ്മുടെ ശരീരത്തിലെ നാഡികൾക്ക് ബലം വർദ്ധിക്കാനും ഇത് സഹായിക്കും. ബാക്കി കൂടുതലുള്ള വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഈ യോഗം കൊണ്ടുള്ള യോഗാസനം ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ ഇത് ചെയ്തു നോക്കുക. ആദ്യം പൂർണ്ണമായിട്ട് കാലൊക്കെ മടക്കി വെക്കാനൊക്കെ വിഷമമുണ്ടാവും. ചില ഭാഗത്ത് ചെറിയ വേദനകളൊക്കെ അനുഭവപ്പെടും. ഇത് ട്വിസ്റ്റ് ആകുന്നതുകൊണ്ടും കാൽമുട്ട് മടക്കി വെച്ച് നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ വേദനകളുണ്ടാവും. വലിയ ടെൻഷൻ കൊടുത്ത് ശരീരത്തിന് ടെൻഷൻ കൊടുത്ത് ചെയ്യരുത്. അപ്പോൾ ചെയ്തു നോക്കുക, അതിൻ്റെ ഗുണം അനുഭവിക്കുക. ശരി, ചെയ്തു നോക്കുക എല്ലാവരും. നന്ദി, നമസ്തേ.